അഴിമുഖം അഭിമുഖത്തിലേക്ക് സ്വാഗതം. വളരെ കുട്ടിക്കാലം മുതൽ ക്ലിഫ് ഹൗസിലും മന്ത്രിമന്ദിരങ്ങളിൽ വളർന്ന താങ്കൾക്ക് ആ അധികാര കേന്ദ്രങ്ങളിലെ രുചി വളരെ കൃത്യമായി കിട്ടിയിട്ടുണ്ട് എന്ന് ഒരു പൊതുസമൂഹം വിശ്വസിക്കുകയാണെങ്കിൽ അതേക്കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ മണിമന്ദിരങ്ങളിൽ താമസിച്ചു എന്നുള്ളതല്ലാതെ നമ്മൾ ഒരിക്കലും അധികാരത്തിൻ്റെ ഒരു ശീതള ഛായയിലൊന്നും ജീവിച്ച ആളുകളല്ല. കാരണം എപ്പോഴും ഇറങ്ങേണ്ട ഒരു ഇടത്താവളം മാത്രമാണ് അത്തരം മന്ദിരങ്ങൾ എന്നാണ് എൻ്റെ പിതാവിനെ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാജിവെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞാൽ ആ ദിവസം ഒരു ദിവസം പോലും കാത്തു നിൽക്കാതെ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ വീട് വിട്ടിരിക്കും. അങ്ങനെ വീട് വിട്ട ഒരു കാർട്ടൂണാണ് കാർട്ടൂണിസ്റ്റ് മന്ത്രി വരച്ച്. ആ മന്ത്രി വരച്ച കാർട്ടൂണിൽ താങ്കളും കൂടി കഥാപാത്രമാണ്. അതെ, അത് കാർട്ടൂൺ എന്നുള്ള നിലയിൽ പിന്നെ അതിനാസ്വദിക്കുക എന്നുള്ളതാണ്. ഞാൻ തന്നെ ആസ്വദിച്ച ഒരു കാർട്ടൂണാണ്. കാരണം നമ്മളൊരു കഥാപാത്രമായി വരികയാണല്ലോ. എൻ്റെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരു കാർട്ടൂണിൽ കഥാപാത്രമാകാൻ ഇഷ്ടപ്പെടുന്ന ധാരാളം രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനി നെഹ്റു തന്നെയാണ്. നെഹ്റു ശങ്കറിനോട് എന്തുകൊണ്ട് തന്നെ വരക്കുന്നില്ല എന്ന് അങ്ങോട്ട് ചോദിക്കുന്ന ആളായിരുന്നു. അതുപോലെ കാർട്ടൂണിനെ പിന്നെ ഇഷ്ടപ്പെട്ടിരുന്ന ചില സന്ദർഭങ്ങളിൽ കാർട്ടൂൺ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ പിതാവിന് ഒരിക്കൽ മന്ത്രിസ്ഥാനത്തുനിന്ന് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് അയോഗ്യനാക്കിയിരുന്നു. അത് ചന്ദ്രികയിൽ വന്നൊരു കാർട്ടൂണിൻ്റെ പേരിലാണ്. അപ്പോൾ അന്ന് പത്രാധിപർ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ആ സ്ഥാനം നഷ്ടപ്പെടുന്നത്. പിന്നെ ആ കാർട്ടൂൺ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയല്ല വന്നത് എന്ന് സുപ്രീം കോടതിയിൽ പോയി ബോധ്യപ്പെടുത്തിയപ്പോഴാണ് സുപ്രീം കോടതി. ആര് വരച്ച കാർട്ടൂണായിരുന്നു? എന്തായിരുന്നു ആ കാർട്ടൂൺ? ആ കാർട്ടൂണിൻ്റെ കണ്ടന്റ് എന്താണെന്ന് എനിക്കറിയില്ല. അത് അഖിലേന്ത്യാ ലീഗൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അവർക്കെതിരെ വരച്ചൊരു കാർട്ടൂണായിരുന്നു. ആ കാർട്ടൂൺ വളരെ ഗൗരവമായ ചർച്ചകളൊക്കെ ഉണ്ടാക്കി. അത് പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് കേസാക്കി കൊടുത്തു. അങ്ങനെ ഇവിടെ ഹൈക്കോടതിയിൽ നിന്നും അയോഗ്യനാക്കി. അത് കഴിഞ്ഞ് സുപ്രീം കോടതി വരെ പോയിട്ടാണ് സുപ്രീം കോടതിയാണ് പറഞ്ഞത് കാർട്ടൂണുകൾ എന്ന് പറയുന്നതിൻ്റെ ഒരു നിർവചനം വരികയും പിന്നെ പത്രാധിപർ കാർട്ടൂൺ വരുന്നത് അറിഞ്ഞിരിക്കണം എന്നില്ല. അപ്പം എൻ്റെ പിതാവ് അന്ന് ചന്ദ്രികയുടെ പത്രാധിപരായിരിക്കുമ്പോൾ തന്നെ പാർട്ടിയുടെ ചെറിയ പിളർപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള വാർത്തകൾ അന്ന് ചന്ദ്രികയിലും വരാറുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കാണിച്ചു. പത്രാധിപരായിരിക്കെ തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള വാർത്തകൾ ചന്ദ്രികയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാർട്ടൂണിൻ്റെ പേരിൽ സ്ഥാനം നഷ്ടപ്പെടേണ്ട ആളല്ല എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ കാർട്ടൂണിസ്റ്റ് മന്ത്രി പുറത്താക്കപ്പെടുകയുണ്ടായി. സമീപകാലത്ത് താങ്കൾ തന്നെ എഴുതുകയും പറയുകയും ചെയ്തു മന്ത്രിയെ പുറത്താക്കിയത് ബാപ്പയല്ലെന്ന്. ഈ ബാപ്പയ്ക്ക് കാർട്ടൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ശരിക്കും. അതിലേറ്റവും വലിയ ബന്ധം ശങ്കറായിട്ട് തന്നെയായിരുന്നു. ശങ്കേഴ്സ് വീക്കിലി ഞങ്ങൾ അന്ന് വരുത്താറുണ്ട്. ശങ്കേഴ്സ് വീക്കിലി വരുത്താറുണ്ടെന്ന് മാത്രമല്ല, ശങ്കർ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെയിൻറ്റിങ് കോമ്പറ്റീഷൻ എല്ലാ കൊല്ലവും വെക്കാറുണ്ടായിരുന്നു. അതിൽ എന്നെ പിതാവ് എന്നെ നിർബന്ധിച്ച് പെയിൻറ്റിങ് അയപ്പിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം കൂടെ ശങ്കർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പെയിൻറ്റിങ്ങുകൾ, കുട്ടികളുടെ പെയിൻറ്റിങ്ങുകൾ വെച്ചിട്ട് ഒരു കോഫി ടേബിൾ ഇറക്കാറുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോഫി ടേബിളിൽ എൻ്റെ ഒരു പെയിൻറ്റിങ് വന്നിട്ടുണ്ട്. ഞാനത് സൂക്ഷിച്ചു വെച്ചതായിരുന്നു. ചില പുസ്തകങ്ങളൊക്കെ ഞങ്ങളുടെ യാത്രക്കിടയിൽ ഞങ്ങളിങ്ങനെ വീട് മാറില്ല, കൂട് വിട്ട് കൂട് മാറുന്നതിൻ്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയതാണ്. പി കെ മന്ത്രി അന്ന് എനിക്ക് നേരിട്ട് തന്നിട്ടുള്ള കാർട്ടൂണുകളുടെ 2 വോളിയം കളക്ഷൻസ് ഉണ്ടായിരുന്നു. അത് പൊന്നുപോലെ നോക്കിയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് കാർട്ടൂണിസ്റ്റുകൾ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു ശരിക്കും. ബി എൻ ഗഫൂറിനെ വളർത്തിയതിൽ വലിയ പങ്ക് പിതാവിനുണ്ട്. അദ്ദേഹം ചന്ദ്രയിലായിരുന്നു ആദ്യം വരച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ്
മാതൃഭൂമിയിൽ വാപ്പയുടെ സമ്മതത്തോടു കൂടിയാണ് മാതൃഭൂമിയിലേക്ക് പോകുന്നത്. പിന്നെ യേശുദാസൻ എപ്പോഴും വീട്ടിൽ സ്ഥിരമായി വരാറുള്ള ടോംസും അതേപോലെ തന്നെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു. അങ്ങനെ എനിക്കൊന്ന് കാർട്ടൂണിസ്റ്റുകളുടെ ഒരു മലയാറ്റൂർ അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നു, അതേസമയം അദ്ദേഹം കാർട്ടൂണിസ്റ്റായിരുന്നു. പാപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മലയാറ്റൂരിൻ്റെ കാർട്ടൂണുകളൊക്കെ. ആ രീതിയിൽ തന്നെയാണ് കാർട്ടൂണിസ്റ്റ് കണ്ടിരുന്നത്. പക്ഷെ ആ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം. ഒരു പി കെ മന്ത്രി അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നല്ലോ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ച് അദ്ദേഹം മന്ത്രിയെക്കുറിച്ച് ധാരാളം കാർട്ടൂണുകൾ തനി നിറത്തിൽ ആദ്യത്തെ പേജിൽ അദ്ദേഹത്തിൻ്റെ കാർട്ടൂണായപ്പോൾ അന്ന് തനി നിറം ഞങ്ങളുടെ വീട്ടിലും വരുത്താറുണ്ട്. ഈ കാർട്ടൂൺ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരുത്താറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് എടുത്ത ഒരു തീരുമാനമായിരുന്നു. കാരണം ഒരു അധ്യാപകനായിരിക്കെ വിദ്യാഭ്യാസ മന്ത്രി, അത് ഈ കാലത്താണെങ്കിൽ ഒരിക്കലും സാധ്യമാകുന്ന ഒരു കാര്യമല്ലല്ലോ. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ ഒരു വിദ്യാഭ്യാസ വകുപ്പിലുള്ള ഒരാൾ വരയ്ക്കുക എന്ന് പറയുന്നത് അനുവദിച്ചു കൊടുക്കില്ലല്ലോ. പക്ഷെ അന്ന് ഇഷ്ടംപോലെ കാർട്ടൂണുകൾ വന്നിട്ടുണ്ട്. അന്നത്തെ കാർട്ടൂണുകൾ വെട്ടിവെക്കാനായിട്ട് ബാബ പറഞ്ഞിരുന്നു. ഞാൻ തന്നെ വെട്ടിവെക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പിന്നെ ആണ് ഒരു വളരെ മോശമായ രീതിയിലൊരു കാർട്ടൂൺ വന്നു എന്നുള്ള കാരണത്താൽ വിദ്യാഭ്യാസ വകുപ്പാണ് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയിട്ടുള്ളത്. അതിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഓഫീസിൽ അന്ന് പ്രൈവറ്റ് സെക്രട്ടറി ആരോ അതിലെ കാരണം വാപ്പ അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തെക്കുറിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിയെക്കുറിച്ചാണല്ലോ എന്നുള്ള നിലയ്ക്ക് ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷേ പിന്നീട് പലരും അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഞാൻ അത് അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല മലയാറ്റൂർ പിന്നെ വന്ന് പറഞ്ഞപ്പോൾ മലയാറ്റൂരൊന്ന് ആദ്യം കളിയാക്കി, നിങ്ങൾ കാർട്ടൂൺ കുടുംബക്കാരാണല്ലോ, അതുകൊണ്ടല്ലേ കാർട്ടൂണിസ്റ്റിന് വേണ്ടി വാദിക്കുന്നത്, അത് തമാശ രൂപത്തിൽ പറഞ്ഞ. പക്ഷെ ഇത് ഞാൻ അറിഞ്ഞിട്ടല്ല ചെയ്തിട്ടുള്ളത്, അത് തിരിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നാണെന്ന് പറഞ്ഞു. തിരിച്ചെടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പിന്നെ പി കെ മന്ത്രി വീട്ടിലും ക്ലിഫ് ഹൗസിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ ട്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് വന്ന് താഴെ വന്നപ്പോൾ ഒരു മന്ത്രി വന്നിട്ടുണ്ട്. അമ്മ വിചാരിച്ച് ചെയ്തു വകുപ്പ് മന്ത്രിമാർ, അപ്പുറത്തുള്ള മന്ത്രിമാരൊക്കെ വരാറുണ്ട്. അപ്പോൾ വന്നപ്പോഴാണ് ഇദ്ദേഹത്തെ കാണുന്നത്, ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അദ്ദേഹം 2 വോളിയം അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ മുഴുവൻ കളക്ട് ചെയ്തത് പിന്നെ പുസ്തക രൂപത്തിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് വാപ്പയ്ക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞത് അത് ഇവനാണ് കാർട്ടൂണിസ്റ്റ്, അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഞാൻ നിധി പോലെ ആ 2 പുസ്തകവും, കാരണം അദ്ദേഹത്തിൻ്റെ വര എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അതിലൊരു പെർഫെക്ഷനും ഉണ്ട്, അതേസമയം അതൊരു കാർട്ടൂണായിരുന്നു. അപ്പോൾ ആദ്യം പി കെ മന്ത്രിയുടെ പഴയകാല കാർട്ടൂണുകളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു ശങ്കർ ടച്ച് ഉണ്ടായിരുന്നു. പിന്നെ പി കെ മന്ത്രി സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റൈല് അദ്ദേഹം വളർത്തിയെടുത്ത് അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ അതേപോലെ വരയ്ക്കാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട്. അത്രയും ആ ഒരു രൂപ സാദൃശ്യം ഉണ്ടാവും. വരയ്ക്കുന്ന ആൾക്ക് ഒരു ഒറിജിനൽ ഫേസുമായിട്ട് ഭയങ്കര, അത് ഒരു കാർട്ടൂൺ എന്ന് പറയാനും പറ്റില്ല, ശരിക്കൊരു കാരിക്കേച്ചർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആളുകളെ വരച്ചുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവനൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം, കാർട്ടൂണിസ്റ്റാണ്, ഇവനെ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ പിന്നെ ഞാൻ പി കെ മന്ത്രി ഞങ്ങൾ ഒരുമിച്ചിരുന്ന അദ്ദേഹം ആണ് എനിക്ക് ശരിക്കും പിന്നെ ഇതുണ്ടല്ലോ സ്ക്രീൻ പേപ്പർ, ഇന്ത്യൻ ഇങ്കിൽ എങ്ങനെ വരക്കണം എന്നുള്ളത് ഇന്ത്യൻ ഇങ്ക് വാങ്ങാൻ പഠിപ്പിച്ചു. അതിൽ ഡിപ്പ് ചെയ്യുന്നൊരു പെന്ന് അദ്ദേഹം വാങ്ങാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ പെന്ന് അദ്ദേഹം തന്നെ എനിക്ക് തന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇതിനേക്കാളൊക്കെ ബ്രഷ് കൊണ്ട് സ്ട്രോക്സ് പഠിക്കണം, അപ്പോൾ ബ്രഷാണ് കൂടുതൽ നമുക്ക് വഴങ്ങുന്ന സാധനം. പിന്നെ ഈ സ്ക്രീൻ ഒട്ടിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ഷർട്ട് വരച്ചു കഴിഞ്ഞാൽ
ഷർട്ട് ബ്ലാക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളറിലേക്ക് ആക്കണമെങ്കിൽ അതിനെ പറ്റി സ്ക്രീൻസ് ഉണ്ട്. അത് നമ്മൾ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു ഒട്ടിക്കണം. അത് അങ്ങനെയുള്ള കുറേ ബേസിക്സ് ഓഫ് കാർട്ടൂൺ ഞാൻ പഠിക്കുന്ന അദ്ദേഹത്തിന്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വെള്ള പേപ്പറുകൾ അദ്ദേഹം ഉണ്ടാക്കിയ പുസ്തകത്തിൻ്റെ അതേ രീതിയിൽ ഞാൻ ബൈൻഡ് ചെയ്ത് ഉണ്ടാക്കി. ചിത്രമൊന്നുമില്ല അതിനകത്ത്. എന്നിട്ട് ഓരോ കാർട്ടൂണുകൾ ഞാൻ അതിലിങ്ങനെ വരയ്ക്കും. അങ്ങനെ ഒരു 5-8 കാർട്ടൂണുകൾ വരച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ആ പുസ്തകം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കുറേ കാലം. കാരണം വേറെ പല പഠനത്തിലേക്കൊക്കെ പോയപ്പോഴും കാർട്ടൂണ് വരെയൊക്കെ കുറഞ്ഞു. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ 100 കാരിക്കേച്ചേഴ്സ് വളരെ വൈകിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളതെങ്കിലും 100 ആളുകളുടെ കാരിക്കേച്ചേഴ്സ് വരച്ചു. അതൊരു പുസ്തകമാക്കിയിട്ടുണ്ട്, സ്കെച്ചസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് ഞാൻ തിരുവനന്തപുരം VJT ഹാളിൽ വലിയൊരു എക്സിബിഷൻ വെച്ചു. ഉദ്ഘാടനം ചെയ്തതെന്ന് AK നായനാരാണ്. AK നായനാർ അന്ന് എനിക്ക് നിയമസഭയിലെ എല്ലാ MLA-മാരും അത് കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അതിനുശേഷം BBC വന്നിരുന്നു അത് ഷൂട്ട് ചെയ്യാൻ. BBC-യിൽ ഈ ബുക്സ് പിന്നെ കാരിക്കേച്ചറിനെ കുറിച്ചുള്ള കമൻറ്റ് പറഞ്ഞിട്ടുള്ളത് നായനാരാണ്. അങ്ങനെ പിന്നെ ശാന്തി കൃഷ്ണ അങ്ങനെയുള്ള അവരൊക്കെ ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ. പിന്നെ അപ്പോൾ അതൊക്കെ എനിക്ക് PK മന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ പ്രചോദനം കിട്ടുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ അന്ന് തന്നെ കാരിക്കേച്ചേഴ്സ് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കാർട്ടൂൺ വരയ്ക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലതും വരയ്ക്കാൻ പറ്റില്ല. കാരണം ചില ഫേസൊന്നും ഒരിക്കലും നമ്മൾ വിചാരിച്ചാൽ എല്ലാവർക്കും ഒരു കാർട്ടൂൺ ഫേസ് ഇല്ലല്ലോ. പക്ഷേ PK മന്ത്രി കാർട്ടൂൺ ഫേസ് ഇല്ലാത്തവരുടെ കാർട്ടൂണും വരയ്ക്കുമായിരുന്നു. ഉമ്മേനെ വരച്ചത് അതിനെ കുറിച്ച് ബാപ്പ പറഞ്ഞ കമന്റ് ഒരിക്കൽ പറഞ്ഞ ഓർക്കുന്നുണ്ട്. കാർട്ടൂൺ ഈ ബാപ്പ കാർട്ടൂണിസ്റ്റുകളെ പ്രോത്സാഹിപ്പിച്ച പോലെ മലയാള ഭാഷയ്ക്ക് ഒരു സംഭാവന നൽകിയിട്ടുണ്ട്. അദ്ദേഹം സംസ്കൃതം പഠിച്ചിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. കോഴിക്കോട് ഇവിടെ പഠിക്കുമ്പോഴേ അന്ന് സാമൂതിരി പിന്നെ ഇന്നത്തെ സാമൂതിരി സ്കൂള് അന്ന് സാമൂതിരി കോളേജാണ്. അവിടെയാണ് ഇൻ്റർമീഡിയറ്റ് വരുന്നത്. ഇൻ്റർമീഡിയറ്റിന് അദ്ദേഹം എടുത്ത വിഷയം പിന്നെ മലയാളമല്ല, അദ്ദേഹം സംസ്കൃതമായിരുന്നു. കോഴിക്കോട് ജാതി നോക്കിയല്ല, അല്ലാതെ പലരും മലയാളം വളരെ വക്രീകരിച്ച് സംസാരിക്കുന്ന സമയത്ത് പല പല വാക്കുകളും സമയത്ത് CH ബാപ്പ വളരെ സ്പുഷ്ടതയോടുകൂടി തന്നെ മലയാള ഭാഷ കൈകാര്യം ചെയ്തിരുന്നു, പ്രസംഗത്തിൽ പോലും. അതെ, അദ്ദേഹം പിന്നെ കുട്ടിക്കാലം മുതൽ പാസിങ്ങാണ്. അപ്പം അന്ന് ധാരാളം വായിക്കും. എന്നിട്ട് അതിൽ ചരിത്രത്തിൻ്റെ ഭാഗം, അതേപോലെ തന്നെ മറ്റ് കഥകൾ ഇതെല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം പിന്നെ നിഘണ്ടു നോക്കി ഓരോന്നിനും പുതിയ പുതിയ പദങ്ങൾ കണ്ടെത്തി എന്നിട്ട് ഒറ്റക്ക് നിന്നൊക്കെ പ്രസ് ചെയ്യും. അപ്പം ഭാഷാശുദ്ധിയായിരുന്നു അദ്ദേഹം ഏറ്റവും അധികം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം. പിന്നെ സംസ്കൃതത്തിൻ്റെ ഒരു ബേസ് ഉള്ളതുകൊണ്ട് സംസ്കൃതം മലയാളം തമ്മിൽ വലിയ ബന്ധമുണ്ടല്ലോ. കുറേ പദങ്ങൾ സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ് മലയാളത്തിലേക്ക്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നെ സംസ്കൃതം അന്ന് ചൊല്ലാറുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്കൃതത്തെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മലയാളവും പഠിച്ചത്. അപ്പോൾ മലയാളത്തിൽ പിന്നെ എനിക്ക് തോന്നുന്നു സ്കൂളിലും കോളേജിലും പഠിച്ചതിനേക്കാൾ അദ്ദേഹം വായിച്ചിട്ടും പല ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടും ഒക്കെയാണ് പ്രഭാഷകനായി മാറുന്നത്. ഇനി നമുക്ക് നമ്മൾ കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി എന്നാണല്ലോ പറയാം. അതിന് അദ്ദേഹം കണ്ടാമൃഗത്തെ പോലും മൃദുല ചർമ്മനാക്കുന്ന തൊലിക്കട്ടി, അതായത് കണ്ടാമൃഗം പോലും നാണിച്ചു പോകുന്ന തൊലിക്കട്ടി എന്നുള്ള പ്രയോഗമായിരുന്നു. അപ്പൊ ഇതേപോലെ ഇങ്ങനെ ഇരുന്ന് മനനം ചെയ്ത് ഉണ്ടാക്കുന്ന പ്രയോഗങ്ങളാണ്. ഞാൻ സമീപകാല ഇതിലേക്ക് വരാം. താങ്കൾ മന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്ന ഒരു സങ്കല്പമായിരുന്നു തീരദേശ ഹൈവേ. അതാണല്ലോ ഇപ്പം
NH-66 എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുട്ടി ഘോഷിക്കപ്പെടുന്നത്. അതന്ന് നടക്കാതെ പോയതിൽ ദുഃഖമുണ്ടോ? എക്സ്പ്രസ് വേ എന്ന് എക്സ്പ്രസ് വേ. പറയുന്ന പദ്ധതി കിഴക്ക് വടക്ക് പാത ആക്സസ് കൺട്രോൾ റോഡ് എന്നായിരുന്നു. അപ്പോൾ ആക്സസ് കൺട്രോൾഡ് എന്ന് പറയുന്ന പദം കേട്ടപ്പോഴേക്കും ആളുകൾ ഞെട്ടി. ആക്സസ് കൺട്രോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പശു എങ്ങനെയാണ് അപ്പുറത്തേക്ക് പോകുക എന്നുള്ളത്. അപ്പം വളരെ ലാഘവത്തിലാണ് അവർ ആ പദ്ധതിയെ കണ്ടത്. കാരണം പശു എങ്ങനെ കടക്കും എന്നുള്ളത്. പക്ഷെ ഞാൻ ആ പശുവിനെ കടക്കുന്നത് പോലും അതിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഒരു 600 മീറ്ററിലും കാറ്റിൽ പാസുകൾ വെച്ചുകൊണ്ടാണ്, അതായത് അടിയിലൂടെ നിങ്ങൾക്ക് പശുവിനെ കടത്താൻ പറ്റുക. അപ്പം അതിൻ്റെ പേരിന് കാറ്റിൽ പാസ് എന്നാണ്. അപ്പം എൻ്റെ പദ്ധതിയിൽ അത് പറയുന്നുണ്ട്. പക്ഷെ കാറ്റിൽ പാസ് എന്ന് പറയുന്നത് സാധാരണക്കാരന് അന്ന് വലിയൊരു പ്രയോഗമായി എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്ക് പശു തന്നെ എങ്ങനെ കടക്കും എന്നുള്ള ഒരു വലിയ സംശയമായിരുന്നു. പക്ഷെ എത്രയോ കാലത്തിന് ശേഷം ഇപ്പോൾ ദേശീയപാത വന്നപ്പം എല്ലാ ദേശീയപാതയും ആക്സസ് കൺട്രോൾഡാണ്. ഞങ്ങൾക്കൊന്നും പശുവിനെ കടത്താൻ കഴിയില്ല. ഇന്ന് തീരെ പറ്റില്ല. കാരണം കാറ്റിൽ പാസ് പോലും ഇല്ല. ഇന്ന് ഒരു പശു അപ്പുറത്താണെങ്കിൽ അപ്പുറത്ത് തന്നെയാണ്. അപ്പം ഞാൻ പറയുന്നത് എൻ്റെത് വളരെ നേരത്തെ പിന്നെ ഒരു 10-15 വർഷം ഇപ്പുറത്തേക്കുള്ള കാര്യത്തെ രൂപകൽപ്പന ചെയ്തു എന്നതായിരുന്നു എൻ്റെ ഒരു പ്രധാന പ്രശ്നമായി ഞാൻ കാണുന്നത്. അത് ഓരോന്ന് കാലത്തിനാണ്, അതിന് കാലം പാകപ്പെടണമെന്നുള്ളത്. അന്ന് കാലം പാകപ്പെട്ടില്ലായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. കാരണം കാലമല്ല, ചില ആളുകൾ പാകപ്പെട്ടില്ലായിരുന്നു. ഇപ്പം അത് വരുന്നത് എനിക്ക് തോന്നുന്നത് അന്നും അതിനെ പിന്നെ വളരെ നല്ല രീതിയിൽ തന്നെ കണ്ടിരുന്നു. പക്ഷെ ഈ പാകപ്പെടാത്ത ആളുകൾക്കായിരുന്നു കൂടുതൽ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വാർത്തകളിലുമൊക്കെ പ്രാമുഖ്യം കിട്ടിയത്. അതുകൊണ്ടാണ് അത് പരിസ്ഥിതിയെ തകർക്കും എന്നൊക്കെ പറയുന്ന വലിയ പ്രചരണങ്ങളുണ്ടായി. ശരിക്കും ഇന്ന് വന്നിട്ടുള്ള റോഡ് അതിൻ്റെ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആ പരിസ്ഥിതി പ്രശ്നങ്ങളെ തീർച്ചയായും മുഖവിലക്ക് എടുക്കാത്ത രീതിയിലുള്ള ഡിസൈനാണ് അത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ടാണ് പല സ്ഥലത്തും ഇവിടെ ഒരിക്കലും എംബാങ്ക്മെൻ്റ് എന്ന് പറയുന്ന റോഡ് സാധ്യത, അത് ഏതെങ്കിലും മരുഭൂമിയിലൊക്കെ സാധ്യത. ഇവിടെ എപ്പോഴും മഴ വന്നുകൊണ്ടിരിക്കുന്ന ഒരു 6 മാസം മഴ പെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എത്ര മണ്ണ് കോമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ അത് കുതിരും, ആ കല്ലുകൾ മുഴുവൻ റോഡിലേക്ക്. അത് സംഭവിച്ചു, 2-3 സ്ഥലങ്ങളിൽ സംഭവിച്ചു. ഇവിടെ നമുക്ക് വേണ്ടത് വയാഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു റോഡാണ്. കുറച്ചൊരു എലിവേറ്റഡ് റോഡായിരിക്കും. അപ്പോൾ വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ. താങ്കൾ വിഭാവനം ചെയ്ത അതിലൊക്കെ അങ്ങനെയായിരുന്നു. ഞാനത് ഏകദേശം ഒരു 25-30 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. മാത്രമല്ല അത് ദേശീയപാതയെ തൊടുന്നില്ല. ദേശീയപാത എല്ലാവർക്കും സൗജന്യമായി സഞ്ചരിക്കാൻ പറ്റുന്ന റോഡാക്കി നിലനിർത്തുകയും. ഇപ്പം വരുമാന മാർഗം എന്തൊക്കെയാണ്? ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നില്ല ഒരു MLA എന്നുള്ളത്. നമുക്ക് അതിൻ്റെ അങ്ങനെ ആവശ്യമൊന്നുമില്ല വലിയ വരുമാനം. ഇപ്പൊ MLA ആയിരുന്നപ്പോൾ കിട്ടുന്ന പൈസ ഉണ്ട്. പുസ്തക പ്രസാധന രംഗത്ത് താങ്കൾ ഒരു നല്ല ബിസിനസ്സുകാരനാണെന്ന് പറയുന്നുണ്ട്. ലാഭകരമായിട്ട് പോകുന്ന ബിസിനസ് അല്ല. അപ്പൊ ഈ എൻ്റെ റോയൽറ്റി തന്നെ കിട്ടാനുണ്ട് അവിടെ. നമുക്ക് റോയൽറ്റി എടുക്കാൻ പറ്റില്ലല്ലോ, എൻ്റെ സ്ഥാപനമല്ലേ. നമുക്ക് മറ്റുള്ളവർക്ക് തന്നെ റോയൽറ്റി കഷ്ടിച്ചൊക്കെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. എങ്കിലും ഈ എഴുത്തുകാർക്കൊക്കെ നമ്മളോടുള്ള ഒരു ആത്മബന്ധം കാരണം അവരെ പുസ്തകങ്ങൾ തരുന്നു. കിട്ടുന്ന പൈസ ചെറുതായിട്ട് റോയൽറ്റി ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഒപ്പിച്ചു പോകുന്നൊരു സ്ഥാപനമാണ്. ഈ എഴുത്തുകാരെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ ദൃശ്യമാധ്യമ രംഗത്ത് ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പലരെയും വാർത്ത തുടക്കം കുറിക്കുന്നതിൽ താങ്കൾക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ അത് അടച്ചുപൂട്ടേണ്ടി വന്ന സാഹചര്യത്തെ കുറിച്ചൊന്ന്. അല്ല, അത് അടച്ചുപൂട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ചരിത്രമാണ്. അതിന് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ അടച്ചുപൂട്ടുന്നതല്ല. പതുക്കെ പ്രതിസന്ധിയിലേക്ക് വന്ന്
പിന്നെ ഒരു സുപ്രഭാതത്തിൽ സ്ഥാപനം പൂട്ടേണ്ടി വന്നു. പക്ഷേ എനിക്കിപ്പോഴും അഭിമാനമുള്ളത് ഇന്ന് ഏത് സ്ഥാപനം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ തലപ്പത്ത് ഇന്ത്യ വിഷൻ എന്ന സ്കൂളിലെ കുട്ടികളാണ്. അതിനെ നിയന്ത്രിക്കുന്നതും അത് കൊണ്ടു നടക്കുന്നതും. അപ്പോൾ അവരുടെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടം ഏതാന്ന് വെച്ചാൽ ഇന്ത്യ വിഷൻ കാലഘട്ടമായിരിക്കും. പലപ്പോഴും പട്ടിണി കിടന്ന് ചിലപ്പം പിന്നെ ടെറസിൻ്റെ മുകളിൽ കയറി മാവിൽ നിന്ന് മാങ്ങ പറിച്ച് തിന്ന് ഒക്കെ കഴിഞ്ഞൊരു കാലമുണ്ട്. അതുകൊണ്ട് എവിടെ കൊണ്ടിട്ടാലും ഇന്ത്യ വിഷനിലെ കുട്ടികൾ അത് എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും അവരാണ് ഏറ്റവും ടോപ്പ് പൊസിഷൻസിലുള്ളത്. അവർക്ക് ഫ്രീഡം കൊടുത്തിരുന്നു അല്ലേ ബാപ്പ? അവരെപ്പോഴും ഇന്ത്യ വിഷനെ ഒരു രീതിയിൽ സ്നേഹത്തോടു കൂടിയാണ് ഓർക്കുന്നത്. അല്ല, ബാപ്പ ചന്ദ്രികയെ പത്രാധിപരായിരുന്നപ്പം ബാപ്പയ്ക്കെതിരെയുള്ള വാർത്തകൾ വന്നിരുന്നു. ഒരു കാർട്ടൂണിൻ്റെ പേരിൽ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. ഇന്ത്യ വിഷനിലും സമാനമായ രീതിയിൽ തന്നെയല്ലേ സംഭവിച്ചത്? അതുകൊണ്ട് ബാപ്പയെ അനുകരിച്ചു പോയത് കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്? അല്ല, നമുക്ക് ഒരു മാധ്യമം എന്ന് പറഞ്ഞാൽ അതിനൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈ കടത്തിക്കഴിഞ്ഞാൽ പിന്നെ മാത്രമല്ല, ഞാൻ മാത്രം തുടങ്ങിയ ഒരു സ്ഥാപനമല്ല, ഒരു കൂട്ടായ്മയിൽ തുടങ്ങിയ. ആ കൂട്ടായ്മയിൽ എല്ലാവരും ഉണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും അതിൻ്റെ ഡയറക്ടേഴ്സായിട്ടുണ്ടായിട്ടുണ്ട്. അന്ന് മാനസികാപ്പൻ അപ്പുറത്തെ പിന്നെ ഞങ്ങൾക്ക് വിരുദ്ധമായ ചേരിയിലുള്ള ആളാണ്. അദ്ദേഹം ഇതിൽ ഡയറക്ടറാണ്. പക്ഷേ ഈ ഇന്ത്യ വിഷനെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയുന്നത് കേൾക്കുമ്പോഴേ അവിടുത്തെ ആൾക്കാർ തന്നെ പലപ്പോഴും മിസ്മാനേജ്മെന്റ് കൂടിയാണ് അതിന്റെ തുടക്കം മുതൽ അങ്ങനത്തെ സംഭവം വരുന്നത്. മിസ്മാനേജ്മെന്റ് നമുക്ക് പറയാൻ പറ്റില്ല. മിസ്മാനേജ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഏകദേശം 2-2.5 വർഷത്തോളം ലാഭത്തിലാണ് പോയത്. മിസ്മാനേജ്മെന്റ് ആണെങ്കിൽ ഒരു സ്ഥാപനം ബ്രേക്ക് ഇവൻ ആവില്ലല്ലോ. ബ്രേക്ക് ഇവൻ ആയിരുന്നു, നല്ല രീതിയിൽ പോയതാണ്. പക്ഷെ ആദ്യം പുറത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ടായി. പിന്നെ അകത്ത് നിന്ന് തന്നെ നമുക്ക് പാളയത്തിനകത്ത് പട വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചേക്കാൻ. ഞാനുമായി ബന്ധപ്പെട്ടിട്ടില്ല, അതിനകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതിരൂക്ഷമായി. അപ്പോൾ പിന്നെ നമുക്കതിനെ മറികടക്കാം. അപ്പോൾ അതോടുകൂടി പരസ്യങ്ങൾ താഴോട്ട് പോകും. പരസ്യങ്ങൾ താഴോട്ട് പോകുമ്പോൾ മാസത്തിൽ പിന്നെ ചെലവ് വർദ്ധിക്കും. അപ്പോൾ ഓരോ മാസവും കടബാധ്യതകൾ വരും. അങ്ങനെ വന്നിട്ടുള്ളൊരു പ്രശ്നമാണ്. അല്ലാതെ ശരിക്കും നമ്മൾ അന്നുള്ള പല ചാനലുകളെയും മറികടന്നുകൊണ്ട് 1-ാം സ്ഥാനത്ത് ഞങ്ങൾ TRP റേറ്റിങ്ങിൽ എന്നും 1-ാം സ്ഥാനത്തായിരുന്നു. ന്യൂസിൽ എൻ്റർടൈൻമെൻറ്റ് അതിനകത്തുണ്ടായിരുന്നില്ല. ന്യൂസിൽ അതെ അന്നത്തെ 1-ാം സ്ഥാനത്തായിരുന്നു നമ്മൾ. കാരണം ലൈവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 24/7 ലൈവ്, അല്ലാതെ ഏതെങ്കിലും ഒരു പോർഷനല്ല. ഏത് സമയത്തും നിങ്ങൾക്ക് വാർത്തകളെ ലൈവായി. പിന്നെ അതിനെ ചുവട് പിടിച്ചിട്ടാണ് ഏഷ്യാനെറ്റ് പോലും അതിലേക്ക് മാറുക ചെയ്തത്. അല്ലാതെ ഞങ്ങൾ ഏഷ്യാനെറ്റിനെ അനുകരിച്ചല്ല. ഞങ്ങളിലേക്ക് OB വാൻ, അന്ന് ഏഷ്യാനെറ്റിൻ്റെ കയ്യിൽ OB വാൻ ഇല്ല. ഞങ്ങളുടെ അടുത്ത് 3 OB വാനുള്ള സമയത്ത് പിന്നീടാണ് ഏഷ്യാനെറ്റ് പോലും OB വാൻ വേണമെന്ന് തോന്നുന്നത്. പിന്നെ വരുന്ന എല്ലാ ചാനലുകളും OB വാനോട് കൂടിയാണ് ഇറങ്ങുന്നത്. ഇപ്പം കാലം മാറി, ഇപ്പം ടെക്നോളജി മാറി, ഇനിയിപ്പോൾ OB വാൻ്റെ ആവശ്യമില്ല. അപ്പോൾ കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ, അന്ന് അനലോഗിൽ നിന്ന് ഡിജിറ്റൽ ആവുന്ന സമയത്താണ് ഞങ്ങൾ വരുന്നത്. ഇപ്പം ഡിജിറ്റലും മാറി. ഇപ്പം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ, ബാക്ക് പാക്കിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലൈവ് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സാങ്കേതികതയോട്. അപ്പോൾ പണ്ട് ഞങ്ങളുടെ ക്യാമറയ്ക്ക് കാസറ്റ് വേണ്ടിയിരുന്നു. ഇപ്പോൾ കാസറ്റ് പോലും ആവശ്യമില്ല ക്യാമറയിൽ. പൊതുരംഗത്ത് സജീവമായിരുന്നു, മാധ്യമ പ്രവർത്തന രംഗത്ത്, പ്രസാധക രംഗത്ത്, എല്ലാ രംഗത്തും ഇങ്ങനെ നടന്നപ്പം സ്വന്തം കാര്യം, ശരീരം നോക്കിയില്ല എന്നുള്ള പരാതി പല പ്രമുഖരും ഈ സമീപകാലത്ത് പ്രകടിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം M. മുകുന്ദനെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത്, മുനീർ എൻ്റെ അടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, അദ്ദേഹം സ്വന്തം ശരീരം നോക്കിയില്ല എന്നുള്ള ഒരു പരാതി അദ്ദേഹം വരെ പറയുകയുണ്ടായി. നമുക്കാകെ നോക്കാതിരിക്കാൻ പറ്റുന്നത് നമ്മുടെ ശരീരമാണല്ലോ.
നമുക്ക് മറ്റുള്ളവരുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്നാലും നമുക്ക് നോക്കാം, അവർക്ക് വേണ്ടി നമുക്ക് ഡോക്ടറെ വിളിച്ച് പറയാം, അവർക്ക് ചികിത്സ കിട്ടുന്നതിന് വേണ്ടി ചെയ്യാം. പക്ഷേ നമുക്ക് ആ തിരക്കിൽ നമ്മൾ ഒഴിവാക്കി പോകുന്നത് അറിയാതെ നമ്മളുടെ ആരോഗ്യത്തെ, എനിക്ക് ആരോഗ്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുണ്ട്. പക്ഷെ അറിവുള്ളപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം. അപ്പം ഭക്ഷണം, ഒരു സ്ഥലത്ത് ചെന്ന് ഒരു ഭക്ഷണം കഴിച്ചു, അതേ പാടുള്ളൂ. പക്ഷെ മറ്റൊരു വീട്ടിൽ ചെന്ന് അവർ ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ട് എനിക്ക് ഇനി കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസം ഓർത്ത് ഞാൻ വീണ്ടും ഒരു ഭക്ഷണം കൂടി കഴിക്കും. അങ്ങനെ ചിലപ്പോൾ ഒരു ദിവസം തന്നെ 3-4 ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെ രാത്രി ഉള്ള പ്രാതലായാലും രാത്രി അത്താഴമായാലും എല്ലാം നമുക്ക് ഒന്നല്ല, ഒന്നിൽ കൂടുതൽ കഴിച്ചിട്ടുണ്ട്. ഒരു മെഷീൻ തന്നിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടും ഇത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് എന്ന് പറഞ്ഞത് ഇൻസുലിൻ പമ്പ് വെച്ചിട്ടും കൂടുന്നല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇൻസുലിൻ പമ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത് 3 നേരം ആഹാരം കഴിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്, ഇനി 8 നേരത്തേക്കുള്ളത് ഇനി ഇറങ്ങാം. എനിക്ക് 8 നേരത്തേക്കുള്ള ഒരു ഇൻസുലിൻ പമ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ എന്തായി, നമ്മൾ ഒരു ഘട്ടം കടന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും നമ്മൾ കാലത്തിലേക്ക് വന്നിട്ടുണ്ടാവും, നമ്മുടെ മറ്റുള്ള അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഡോക്ടർ എന്നുള്ള അത് വന്നാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ എന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഡോക്ടേഴ്സിനായിരിക്കും മിക്കവാറും മിക്ക അസുഖങ്ങളും വേഗം വരും. പല ഡോക്ടേഴ്സും, എൻ്റെ ക്ലാസ്മേറ്റിൽ പല ഡോക്ടേഴ്സും ഇന്നില്ല. അവരുടെ ജോലി തിരക്കുന്നുണ്ടെങ്കിൽ അവരാരെയും ചികിത്സിച്ചിട്ടുണ്ടെങ്കിലും അവരെ സ്വയം ചികിത്സിച്ചിട്ടുണ്ട്. എത്രയോ എൻ്റെ കൂട്ടുകാരൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയിട്ടുണ്ട്. ആ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും സ്ട്രെയിനും ഉള്ളത്. ഇപ്പം ഈ നമ്മൾ സൂയിസൈഡ് റേറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലീസിലും മെഡിക്കൽ സ്റ്റുഡൻസിലും ഒക്കെ സൂയിസൈഡ് റേറ്റ്സ് കൂടാനുള്ള കാരണം എന്ന് വെച്ചാൽ സ്ട്രെസ്സാണ്. രണ്ടും സ്ട്രെസ് ജോലിയാണ്. നമ്മൾ വളരെ ജെന്റിലായിട്ട് കണ്ടിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. അപ്പം അത് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ജെന്റിൽ ആയിട്ടുള്ള മനുഷ്യന്മാരെ ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്കൊക്കെ പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ജെന്റിലായിട്ട് വന്നിട്ട് മുനീർ സാഹിബിന്റെ വേറൊരു ദുർബലമായിട്ടുള്ള ഒരു മുഖമാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? അല്ല, ഞാൻ എന്താ വെച്ചാൽ നമ്മള് ഏതൊരു മനുഷ്യനും അവൻ്റെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചിലത് താങ്ങാൻ പറ്റില്ല. അത് വളരെ കടുകെട്ടി മനസ്സുള്ളവർക്കൊക്കെ ചിലപ്പോൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് ഞാനതിന് ഒക്കെ വളരെ പുഞ്ചിരിയോടുകൂടിയും തമാശയോടുകൂടിയും നമ്മുടെ ഉള്ളിലൊരു കാർട്ടൂണിസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് എപ്പോഴും തമാശ പറയുകയും അതുപോലെ തന്നെ സിറ്റുവേഷൻ ലൈറ്റാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ അടക്കി ഒതുക്കി വെച്ചിട്ടുള്ളത് ചില സമയത്ത് പുറത്തേക്ക് വരും. അങ്ങനെ ദുർലഭം സമയങ്ങളിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. എങ്കിലും ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മളൊരു സാധാരണ പച്ചയായ മനുഷ്യനായി മാറിപ്പോകും. അതാണ്. പക്ഷേ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മളുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വാക്കിലോ ഒരാൾക്ക് വേദന ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും വിമർശിക്കുമ്പോൾ പോലും അത് ഒരു തമാശ രൂപത്തിൽ, അതിൻ്റെ പിതാവ് അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം സിറ്റുവേഷനെ ലൈറ്റാക്കുന്നത് തമാശ പറഞ്ഞും അതുപോലെ തന്നെ എതിരാളികളോട് സംസാരിക്കുന്നത് പോലും അവർക്ക് പോലും രസം തോന്നുന്ന ഇഷ്ടം തോന്നുന്ന രീതിയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിമർശനം കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറേ ആൾക്കാർ കാത്തിരിക്കും. അപ്പം ഞാനും നിയമസഭയിൽ ഞാൻ പ്രസംഗിക്കാൻ വരുമ്പോൾ സ്പീക്കർ അടക്കം വളരെ അദ്ദേഹം പുറത്തായിരിക്കുന്നെങ്കിൽ അദ്ദേഹം കയറി വരും. എന്നിട്ട് എൻ്റെ പ്രസംഗം കേട്ടിട്ടേ അദ്ദേഹം, കാരണം നമ്മൾ പറയുമ്പം അത് ആരെയും ഹേർട്ട് ചെയ്യാൻ
പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇപ്പോ ഇന്നിപ്പോ രാവിലെ CKP കണ്ട സമയത്ത് CKP പറഞ്ഞൊരു കാര്യമാണ്, CH എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് കൂട്ടിയാറുള്ള കാര്യമാണ്. CH പറഞ്ഞൊരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നണി സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനശക്തിയും അത് ലീഗില് ഞാൻ നിൽക്കണമെങ്കിൽ ദഹനശക്തി വേണം, സഹനശക്തി വേണം. കാരണം സഹനം എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ വിമർശനങ്ങളാ വരിക, അതിനെ നമ്മൾ സഹിക്കണം. 1 2 ഞാൻ പറഞ്ഞ പോലെ 4 5 6 ഭക്ഷണം അത് എന്റെ വാപ്പ തുടങ്ങിയതാണ്. അപ്പം അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് വെച്ചാൽ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ വാപ്പ ഇരുന്ന് കഴിക്കുന്നു, ഞാൻ തൊട്ടടുത്തിരുന്ന് കഴിക്കുന്നു. അപ്പോൾ ആരോ എനിക്കിങ്ങനെ ഭക്ഷണം ഇട്ട് തരാൻ പോകുമ്പോൾ വാപ്പ അവരോട് പറയുന്നുണ്ട്, അവൻ ഇട്ടോളും, താറാവിന്റെ കുട്ടിക്ക് ആരും നീന്തൽ പഠിപ്പിക്കാറില്ല. അത് വാപ്പയുടെ മകനായതുകൊണ്ട് പ്രത്യേകിച്ച് തിന്നാനൊരു പാഠം പഠിപ്പിക്കേണ്ടതൊന്നുമില്ല, അവന് ഇഷ്ടമുള്ള തിന്നോളും, ഞാൻ തിന്നുന്ന പോലെ തിന്നാൻ. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ തുടർന്നു പോയി.